കോളറ രോഗ ലക്ഷണങ്ങളുടെ ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. കോളറ ബാധിച്ച് ഈ വർഷം മരിക്കുന്ന രണ്ടാമത്തെ ആളാണ്. ആലപ്പുഴ തലവടി സ്വദേശി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്ത് അറിയിച്ചു. എടത്വ തലവടി സ്വദേശിയായ PG രഘുവാണ് മരിച്ചത്. കോളറ രോഗലക്ഷണങ്ങളോടെ 48-കാരനെ ഒരാഴ്ച മുൻപാണ് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയവേ പുലർച്ചെ മരിച്ചു. ഡ്രൈവറായ രഘുവിന് എവിടെ നിന്നാണ് കോളറ പിടിപെട്ടതെന്ന് വ്യക്തമല്ല. രണ്ടാഴ്ചക്കിടെ തൃശൂർ, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ ഇയാൾ പോയിട്ടുണ്ട്. ആശാവർക്കർമാരും ആരോഗ്യ പ്രവർത്തകരും വീട് വീടാന്തരം കയറിയിറങ്ങുകയും ക്ലോറിനേഷൻ നടത്തി ബ്ലീച്ചിങ് പൗഡറിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നടത്തി. രഘുവിന്റെ വീട്ടിൽ നിന്നും അയൽ വീടുകളിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. പ്രദേശത്ത് മറ്റാർക്കും ഇതുവരെ വയറിളക്കമോ മറ്റു രോഗലക്ഷണങ്ങളോ ഇല്ല. എന്നാലും തലവടി പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. വീടുകൾ തോറും കയറിയിറങ്ങി ജലജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകുന്നുണ്ട്. 12 വർഷത്തിന് ശേഷമാണ് ആലപ്പുഴ ജില്ലയിൽ കോളറ സ്ഥിരീകരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.